സോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ ഫോർമേഷൻ്റെ ഇതാണ് അറ്റാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഫ്യൂ എക്സാമ്പിൾസ് ആണ്. ഇതുപോലെ കുറേ ഗോളുകൾ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ ഇതാകണ്ടോ നമ്മുടെ മിഡ് ഫീൽഡർ എന്ന് കണ്ടോ അങ്ങനെ ഒരു പാസ് വിട്ട് കണ്ടോ നല്ല കൃത്യമായിട്ട് ഫ്രീ ആയിട്ട് സ്മാർട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷനാണ്. അപ്പോൾ നിങ്ങളിത് വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഡിവിഷൻ മെഷീൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഡിവിഷൻ കൊണ്ട് അടിക്കാനുള്ള ബെസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഫോർമേഷൻ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം ഫോർമേഷൻ സെറ്റിംഗ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഫോർമേഷൻ വരുന്നത്. ഡിഫെൻസീവ് നമുക്ക് ഒരു ഫ്ലൂയിഡ് ഫോർമേഷന്. അപ്പോൾ ഞാൻ ഫുള്ള് ബേസ് ആക്കിയിട്ട് വരാം കേട്ടോ ഗൈസ്. ഫുള്ള് ബേസ് ആക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ക്വിക്ക് കൗണ്ടർ മാനേജറാണ് യൂസ് ചെയ്യുന്നത്. ക്വിക്ക് കൗണ്ടറിൽ നമ്പർ കൗണ്ടറോ യൂസ് ചെയ്യാൻ നോക്കുക അധികം, കാരണം അതിൽ നമ്മൾ വർക്കാവുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നമ്മുടെ ഇവിടെ ഒരു ബേസ് കോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫെൻസീവ് ആയിട്ടുള്ള ഫുൾ ബാക്കാണ്. അപ്പോൾ ഡിഫെൻസീവ് ഫുൾ ബാക്കിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ബാക്കിൽ ഉള്ളത് ജൂലിയസാണ്. അപ്പോൾ ജൂലിയസിൻ്റെ പുതിയ കളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലെഫ്റ്റ് ബാക്ക് ഇന്ത്യയിൽ അറ്റാക്കിങ് മാത്രമേ ഉള്ളൂ, ഡിഫെൻസീവ് ഇല്ല. അപ്പോൾ നമ്മൾ ന്യൂനമുണ്ടാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ന്യൂനമുണ്ട് ഇട്ടു. പിന്നെ നമ്മൾ രണ്ട് സെൻറ്റർ ബാക്ക് ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയ് എന്നുള്ള കോമ്പോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ബിൽഡപ്പും റൈറ്റ് സൈഡ് ഡിസ്ട്രോയ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കൊണറ്റിൻ്റെ കാരണമാണ് നമ്മൾ ഡിസ്ട്രോയ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ബാക്ക് റിയോ ഫെർണാൻഡിൻ്റെ ഒരു കാർഡും നമ്മൾ ഫ്രീ കിട്ടിയ. പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ ഗോൾ കീപ്പറാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റാക്കിങ് ഗോൾ കീപ്പറാണ്. കാരണം ഈ ഫോർമേഷനിൽ മെയിനായിട്ട് അറ്റാക്കിങ്ങാണ് വർക്ക് ആവുക. നിങ്ങളിപ്പോൾ ഡിഫെൻസീവാണ് ബെസ്റ്റ് ഗോൾ ചെയ്യുമെങ്കിൽ അറ്റാക്കിങ് യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, മെയിനായിട്ട് അറ്റാക്കിങ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ രണ്ട് DMF വരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കസ്ട്രേറ്റഡ് പ്ലസ് ആങ്കർമാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് നമ്മുടെ ആങ്കർമാനും ലെഫ്റ്റിൽ നമ്മുടെ ഓർക്കസ്ട്രേറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബെസ്റ്റ് കാർഡിൽ യൂസ് ചെയ്തൊക്കെ ഫ്രീ ടു പ്ലേ പ്ലേയേഴ്സിന് കൂടെ നമുക്ക് സുഖമായിട്ട് സ്കോർ ഉണ്ടാക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഫാബിനോ സ്കാബി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രീ ടു പ്ലേയേഴ്സിന് നമ്മുടെ റോഡ്രിയുടെ കാർഡ് യൂസ് ചെയ്യാം. നൈസൊരു കാർഡാണ്. അതുപോലെ തന്നെ ഓർക്കസ്ട്രേറ്ററായിട്ട് നമ്മുടെ പണ്ടത്തെ ഒരു രൂപൻ്റെ ഒരു കാർഡുണ്ട് പ്രോർച്ചിയലിൻ്റെ. അപ്പോൾ അത് യൂസ് ചെയ്യാം, അത് നൈസായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ AMF വരുന്നത് നമ്മുടെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സ്നൈഡറിൻ്റെ ഒരു കാർഡാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്നൈഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രീ കിട്ടിയ ഗിഫ്റ്റ് നെയ്മർ കാർഡ് യൂസ് ചെയ്യാം. നൈസ് കാർഡാണ്. അപ്പോൾ നമുക്ക് നെയ്മർ കാർഡ് യൂസ് ചെയ്യാം. ഏതാണ് നമ്മുടെ മെസ്സിയുടെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറുടെ കാർഡുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ റൈറ്റിൽ നമ്മുടെ തന്നെ സെക്കൻഡ് സ്ട്രൈക്കാണ്. നമുക്ക് ഡീപ് പ്ലേയിങ് ഫോർവേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ കിട്ടിയ നമ്മുടെ റൂണിൻ്റെ കാർഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സെക്കൻഡ് സ്ട്രൈക്കാണ് നല്ലൊരു ഓൾ പ്ലെയർ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഓൾ പ്ലെയറെ തന്നെ നമുക്ക് ചൂസ് ചെയ്യുക. കാരണം ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സാണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ നമ്മുടെ റോളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പിന്നെ ആസ് നമ്മുടെ സ്ട്രൈക്കർ വന്നത് ഗോൾ കീപ്പറാണ്. അപ്പോൾ ഞാനിപ്പോൾ തന്നത് ക്രിസ്ത്യാനോയുടെ ഒരു കാർഡാണ്. അപ്പോൾ നമുക്കിനി വരാൻ പോകുന്നത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസിലാണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ ബെസ്റ്റ് ഗോൾ കീപ്പറിനുണ്ട്. അറ്റാക്കിംഗ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ അറ്റാക്കിംഗ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഡിഫെൻസീവ് ഗോൾ കീപ്പറായ ഒലിവർ കാനെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഡിസ്ട്രോയർ ആയിട്ടുള്ളൊരു സെൻറ്റർ ബാക്കും ബിൽഡപ്പ് ആയിട്ടുള്ളൊരു സെൻറ്റർ ബാക്കിനെ യൂസ് ചെയ്യുക. നിങ്ങളിപ്പോൾ ടീം കളിച്ച് ബാക്കി ബെസ്റ്റ് കാർഡ്സ് ഒക്കെ ഓക്കെ. അതിനുശേഷം ഏതെങ്കിലും നിങ്ങളുടെ LBയോ RBയോ ഏതെങ്കിലും നമ്മൾ ബെസ്റ്റ് തരുന്നത് യൂസ് ചെയ്യുക. അതായത് നമുക്ക് തരുന്ന പ്ലേ സ്റ്റൈലിൽ ഇപ്പോൾ റേറ്റിംഗ് കുറഞ്ഞ ഒരു വിഷയമില്ല. നമ്മൾ ബെസ്റ്റ് പ്ലേയേഴ്സിന് നന്നായി കളി തരുന്ന പ്ലേയേഴ്സിന് ഇടുക. പിന്നെ ഞാൻ DMFിലും ആങ്കർമാൻ ഓർക്കസ്ട്രേറ്റർ അവരെ ഇടുക. അപ്പോൾ ഞാനിവിടെ നമുക്ക് അയോബിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഫ്രീസ്മിൻ്റെ, അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാബിനോയുടെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരൊക്കെ നല്ല കളി തരുന്ന കാർഡ്സാണ്. പിന്നെ വന്നിട്ട് നമ്മൾ തരാൻ പോകുന്നത് നമ്മുടെ അപ്പോൾ അടുത്തത് നമ്മുടെ AMF ആയിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ഇടാണ്. അത് നെയ്മറിനെയാണ് എടുത്തത്. അതിനുശേഷം നമ്മൾ വരുന്നത് നമ്മുടെ സ്ട്രൈക്കറാണ്. അപ്പോൾ സ്ട്രൈക്കറിൽ നമ്മൾ നല്ല സ്പീഡി ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറിനെ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. കാരണം നമുക്ക് സ്പീഡ് കൊണ്ട് ആവശ്യം വരും. അപ്പോൾ സോ നമ്മുടെ ഫ്രീ ഡെയിലി ഗെയിം പിന്നെ ഒരു സൂപ്പർ സബ്ബായിട്ടുള്ള ഒരു സ്ട്രൈക്കറിനെ വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. സൂപ്പർ സബ്ബായിട്ടുള്ളൊരു ഇതിന് നമ്മൾ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഡീപ് പ്ലേയിങ് ഫോർവേഡായിട്ട് ഒരു സ്ട്രൈക്കറിനെ തന്നെ വെച്ചിട്ടുണ്ട്, മൈക്കോ സബാൽ ഫ്രീ കിട്ടിയ കാർഡ്. പിന്നെ നമ്മുടെ ഹോൾ പ്ലെയറായിട്ട് ഞാനിപ്പോൾ ഡൊണോറൂണിനെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വിചാരിക്കുന്ന നൈസാണ്, ഇതുവരെ നൈസായിട്ട് കളിക്കും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓലമ്മയുടെ കാർഡുണ്ട് ഷോർട്ട് ടൈം, അത് നല്ല രീതിക്ക് നൈസായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഒഴിവ് വരും. അപ്പോൾ നമുക്ക് ഒഴിവ് വരുന്നതിൽ ഒന്നുകിൽ നമ്മുടെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ യൂസ് ചെയ്യുക. അല്ലാച്ചാൽ നമുക്കിപ്പോൾ
റൈറ്റ് ബാക്കോ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡി ഫോമായിട്ടുള്ള പ്ലെയറുണ്ട്. അപ്പോൾ നെയ്മർ ഡി ആണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഇത് വരുന്നുണ്ട്, അതായത് നല്ല ഫോമിൽ വരുന്ന ഒരു പ്ലെയറിനുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ക്വാഡ് സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്ലേയേഴ്സ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ ബെസ്റ്റ് നന്നായി കളിക്കുന്ന പ്ലേയേഴ്സിനെ ഇടുക. പിന്നെ അതാ നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസാണ്. അപ്പോൾ നമ്മൾ LB ഹാർഡൻ ഡിഫൻസീവ് ഇടുക. അതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു സെൻറ്റർ ബാക്ക് ഫുള്ളായിട്ട് മുകളിലേക്ക് കയറി വരികയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സെൻറ്റർ ബാക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൻസീവിലേക്ക്. ഓക്കെ, പിന്നെ ഇനി പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസീവ് ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നമ്മുടെ സെക്കൻഡ് സ്ട്രൈക്കർ വന്നിട്ട് റൈറ്റ് സൈഡിലുള്ളത് CF, ലെഫ്റ്റ് സൈഡിലുള്ളത് AMF. ഓക്കെ, പിന്നെ അത്യാവശ്യം ഇതേമാതിരിയുള്ള ഗ്യാപ്പ് എടുത്ത് നോക്കുക. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ്, അതായത് ബെസ്റ്റായിട്ട് കളി തരുന്ന പ്ലേസിന് മാത്രം ഇടുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ സ്ട്രൈക്കർ ഒരു 99 കാരണം നല്ല കളി തരുന്ന വെച്ചാൽ അത് ഇട്ടോളൂ. നിങ്ങളുടെ റേറ്റിംഗ് ആയിട്ട് മാറ്റർ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ നന്നായി കളിക്കുക. ഇത് കുറച്ച് കളി പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് മാത്രമേ സെറ്റ് ആവുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്. ഇതുപോലത്തെ വീഡിയോ ഇനി ഫോളോ ചെയ്ത് വയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക.